ഹായ് എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇരുന്നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 6 മണിക്കൂർ കുതിർത്തെടുക്കണം. അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിത് നാഴിയിലാണെങ്കിൽ 2 നാഴി, ഈ കപ്പിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ 2 കപ്പ് പച്ചരി നല്ലവണ്ണം കുതിർത്തെടുക്കാം. ഇതിലേക്കൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കരടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉരുക്കിയിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. ഈ ശർക്കരപ്പാനി ചേർത്തിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് ഇളക്കിയാലും മതിയാവും. അപ്പോൾ നമുക്ക് അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരി നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പൂള് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പൂള് നമുക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഇതിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്താലും മതിയാവും. അപ്പോൾ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പാളയംകോടൻ പഴം മിക്സിയിൽ അടിച്ചെടുത്ത് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതിങ്ങനെ ചെറുതായിട്ട് പിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുകൂടെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ നമുക്ക് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. മാവ് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പക്കല്ലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പം വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.